ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ നോമ്പുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കുന്നത് പപ്പട ചമ്മന്തി. നമുക്ക് അതിനായിട്ട് വേണ്ടത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. കുറച്ച് പപ്പടം വേണം, കുറച്ച് വറ്റൽമുളക് വേണം, കുറച്ച് പുളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ഉള്ളി. നമുക്ക് അതിന് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ച് ഉപയോഗിക്കാം. അത് വെച്ച് പപ്പടം നമുക്ക് വറുത്തെടുക്കാം. പപ്പടം വറുത്തെടുത്ത വെളിച്ചെണ്ണയിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വഴറ്റിയെടുക്കും കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഉള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ആദ്യമായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് പിന്നെ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ പുളി ചേർക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളിതിലോട്ട് ഒരു പിടി നാളികേരം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കും. നിർബന്ധമില്ല, അത് ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. കറക്റ്റ് ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റും അതിൻ്റെ അളവൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി കേട്ടോ. നമുക്ക് ഈ നോമ്പിലൊക്കെ ഇപ്പോൾ നോൺ വെജ് ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും നമുക്ക് മടി തോന്നില്ല. ശരിക്കും ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറി വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ നോക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതിലോട്ട് ഉപ്പ് അവസാനം മാത്രമേ ഇടുള്ളൂ, കാരണം പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിലേക്കുള്ള ഉപ്പിട്ട് നമ്മൾ ക്രഷ് ചെയ്യില്ല. ഇതേപോലെ ഇനി പപ്പടം ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മളിനി ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും അത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.